നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ആഡ് ക്യാഷ് എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സംശയമായി നമ്മൾ ഇത് എങ്ങനെ ആഡ് ക്യാഷ് വാങ്ങും അല്ലെങ്കിൽ വിൽക്കുമെന്നുള്ള സംശയങ്ങൾ വന്ന കാരണം എല്ലാവരും കോൾ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് അതിനായി യൂണിക്കോയിൻ എന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനായി ആദ്യമായി നമ്മൾ ബ്രൗസറിൽ www.unicode.com എന്ന് സെർച്ച് ചെയ്യുക. ആദ്യമായി നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേരല്ല, ഇമെയിൽ ID. താഴെ കറക്റ്റ് പാസ്വേഡ്, നമുക്ക് ഏത് പാസ്വേഡ് വേണ്ട അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനും സാവധാനമാണ് ചെയ്യുന്നത്, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ധൃതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല, സമയമെടുക്കുന്നതാണ്. താഴെ സൈനപ്പ് ഐ ആം നോട്ട് റോബോട്ട് എന്ന ക്ലിക്ക് ചെയ്ത് സൈനപ്പ് കൊടുക്കുക. ഇത് പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇമെയിലിലോട്ടൊരു ലിങ്ക് അവർ അയച്ചിട്ടുണ്ട്. അത് വെരിഫിക്കേഷൻ ചെയ്താലേ നമുക്കിവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ കൊടുക്കുക. ഇതിനായി നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ട unicode.com നിന്നൊരു മെയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് ഒരു പേജിലോട്ട് പോകും. ഇത് എന്താണ് അവർ എഴുതിയിരിക്കണമെന്ന് വായിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ച് നോക്കേണ്ടതാണ്. അക്സെപ്റ്റ് കൊടുക്കുക. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് കാണാം. ഓക്കെ അടിക്കുക. വീണ്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വീണ്ടും ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ വരുന്നത് സൈനപ്പ് എന്നായിരിക്കും വരുന്നത്. അത് നമ്മൾ മാറ്റി സൈൻ ഇൻ എന്നാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് പുതിയ അക്കൗണ്ട് സൈനപ്പ് ചെയ്യാനാണ്. സൈൻ ഇൻ ആക്കുക. നമ്മുടെ ഇമെയിൽ നമുക്ക് അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കറക്റ്റ് ഇവിടെ വരുന്നതാണ്. ഇപ്പോൾ കണ്ട ആ അക്കൗണ്ടിലോട്ട് നമ്മൾ രജിസ്റ്ററായി സൈൻ ചെയ്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യണം. നെയിം, അഡ്രസ്സ്, ഇമെയിൽ ID, സിറ്റി, സ്റ്റേറ്റ്, പാൻ നമ്പർ, ഫോൺ നമ്പർ, പിൻകോഡ് എഡിറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ഫോട്ടോ, ഇത് ഏത് പ്രൂഫൊക്കെയാണ് വേണ്ടെന്നുള്ളത് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും. ചാടിക്കയറി ഒക്കെ കൊടുക്കരുതും, കുറച്ച് നേരം നോക്കിയിരിക്കേണ്ടതാണ്. ഇത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് ഉറപ്പായാൽ മാത്രം നമ്മൾ ഗോ കൊടുത്തു പോകേണ്ടതാണ്. യൂസർ ഫോട്ടോ, ആധാർ കാർഡ്, ലൈസൻസ് കാർഡ്, എന്താണ് ID പ്രൂഫ് കൊടുക്കേണ്ടത് അത് കൊടുക്കാം. നമ്മുടെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജൊന്നും പോരാ, അതൊന്നും അവർ സ്വീകരിക്കത്തില്ല. കറക്റ്റ് ID പ്രൂഫ് തന്നെ കൊടുത്താലേ നമുക്കിതിനകത്ത് ഒരു ആക്ടിവേഷൻ ചെയ്തു തരുള്ളൂ.
ഓക്കെ ഗോ ഇറ്റ്. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പേര് തന്നെ കറക്റ്റ് കൊടുക്കേണ്ടതാണ്. കാരണം ബാങ്ക് വഴിയാണ് ഇതിന് പൈസ നമുക്ക് ഈ അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നേരിട്ട് നമുക്ക് പൈസ കൊണ്ടോ കോയിൻ മേടിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ നമ്മുടെ കറക്റ്റ് പേരടിച്ചു കൊടുക്കുക. താഴെ കറക്റ്റ് ഏത് ബാങ്കിലാവുണ്ട് ആ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ഇത് ഞാനിപ്പോൾ ഡെമോ ആണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു അക്കൗണ്ടൊന്നും ഇല്ല. താഴത്ത് IFSC കോഡ് കൊടുക്കുക. ഇവിടെ താഴെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഈ റെഡ് ആരോ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് ആരോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പാൻ കാർഡ് നമ്പർ കൊടുക്കേണ്ടതാണ്. ആരുടെ പേരിലാണ് ചെയ്യണം അവരുടെ കറക്റ്റ് കാർഡ് നമ്പർ കൊടുക്കണം. താഴത്ത് നമ്മുടെ കറക്റ്റ് അഡ്രസ്സ്, ബാങ്കിൽ കൊടുത്തിരിക്കുന്ന കറക്റ്റ് അഡ്രസ്സ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. താഴെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കേരള എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടതാണ്. താഴെ സിറ്റി എവിടെയാണ്, നിങ്ങളുടെ സിറ്റി എവിടെയാണ് അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് നോക്കാം. എൻ്റെ ചേർത്തല ഞാൻ ചേർത്തല കൊടുക്കുന്നു. ഇത് ഡെമോ ആണ്, അങ്ങനെ അക്കൗണ്ട് ഇല്ല. താഴത്ത് പിൻകോഡ് എത്രയാണ് അത് കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലോട്ട് പോകും. ഇവിടെ നമുക്ക് പാൻ കാർഡ് ഫോട്ടോ കൊടുക്കണം, ആധാർ പ്രൂഫ് കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ID പ്രൂഫ് മതി. അതിനായി നമ്മൾ ആദ്യം പാൻ കാർഡ് കോപ്പി ചെയ്ത് കമ്പ്യൂട്ടറിലിരിക്കുന്നത് നമുക്ക് സെലക്ട് ചെയ്ത് ഇതിനകത്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ ഫോട്ടോ, സെലക്ട് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. അടുത്തത് അഡ്രസ് പ്രൂഫ്. ഇപ്പോൾ ഞാനിവിടെ ആധാറാണ് കൊടുക്കുന്നത്. ആധാർ താഴത്താണ് കൊടുക്കേണ്ടത്. ഞാനിത് കാണിക്കാൻ വേണ്ടി മുകളിൽ കൊടുക്കുന്നത്. താഴത്ത് നമുക്ക് വേണമെങ്കിൽ വേറൊരു പ്രൂഫ് കൊടുക്കാം. താഴത്ത് ആധാർ കൊടുക്കണമെങ്കിൽ മുകളിൽ പ്രൂഫ് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാനത് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് അടിക്കുകയാണ്. നമ്മളെല്ലാം കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് ശേഷം ഇത് ഓക്കെ കൊടുക്കണം. എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റാനൊക്കെ ഭയങ്കര പാടായിരിക്കും. മൊത്തം നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് മാത്രം നമ്മളിത് സേവ് ചെയ്യുക. ഡോക്യുമെൻറ്റ് സേവ് ചെയ്യേണ്ടതാണ്. സേവ് കൊടുക്കാം. ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ വെരിഫിക്കേഷൻ പെൻഡിങ് ആണ്. വെരിഫിക്കേഷൻ അവർ ചെയ്താൽ മാത്രമേ അവർ നമ്മളെ കോൾ ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുകയുള്ളൂ. ഓപ്പൺ ആകും, പെൻഡിങ് ആയിരിക്കും. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇതിപ്പോൾ പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. അവർ വെരിഫിക്കേഷൻ ചെയ്ത് അവർ വിളിക്കും. അവർ വിളിച്ചില്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് അങ്ങോട്ട് വിളിച്ചാൽ അത് വെരിഫിക്കേഷൻ ആകുന്നതാണ്. അവർ വിളിക്കാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ താമസം ഉണ്ടാകും. അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യണം. അത്യാവശ്യമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ അവർ ചെയ്തു തരും. ഇത് ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലായിരിക്കും. മലയാളമൊന്നും കാണത്തില്ല. നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അഡ്രസ്സ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ വേറൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് ആക്റ്റീവായ ഒരു അക്കൗണ്ടാണ്, അത് ഞാൻ കാണിച്ചു തരാം.
സൈൻ ചെയ്യുമ്പോൾ നമ്മൾ OTP നമ്പർ മൊബൈലിലോട്ട് വരും. അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. നമ്മുടെ മൊബൈൽ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാത്ത ഓപ്ഷൻ ഇടരുത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഓപ്ഷൻ ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഇതുവഴി ആരെങ്കിലും നമ്മൾ കയറി എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റും. അത് കാരണം OTP സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതങ്ങനെ മതി. ഇച്ചിരി മെനക്കേടാണെങ്കിലും കുഴപ്പമില്ല. സൈൻ ചെയ്യുകയാണ്. ഇത് ഇപ്പോൾ നമ്മൾ ചെയ്ത അക്കൗണ്ടല്ല, എൻ്റെ ആക്ടിവേഷൻ ആയ ഒരു അക്കൗണ്ടാണ്. ഇതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് വെരിഫിക്കേഷൻ ചെയ്തതാണ്. വെരിഫിക്കേഷൻ ആയിട്ടുള്ളതാണ് അക്കൗണ്ടാണ്. ഇതാണ് ഈ വെരിഫിക്കേഷൻ ചെയ്ത അക്കൗണ്ട്. നമുക്ക് ഇത് ഇനി ഡിപ്പോസിറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഡിപ്പോസിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡിൽ പോയാൽ മതി. നമുക്ക് 1000 രൂപക്ക് മാത്രമേ അതിന് താഴത്ത് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. 1000 രൂപ സെലക്ട് ചെയ്ത് ഡിപ്പോസിറ്റ് കൊടുക്കുക, യെസ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. താഴത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ബാങ്കിലായിട്ടൊരു അവരൊരു റെഫറൻസ് നമ്പർ അയക്കും. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് മാത്രമേ ഇവിടെ കോയിൻ കിട്ടുള്ളൂ. അത്ര സുരക്ഷയുള്ള സാധനമാണിത്. കാശൊന്നും ആരുടെയും പോകുകയൊന്നുമില്ല. ഇവിടെ നമ്മൾ ആ ബാങ്കിൽ ആ നമ്പർ അടിച്ചു കൊടുക്കും. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അപ്ഡേറ്റ് ചെയ്താൽ നമുക്കിപ്പോൾ ബിറ്റ്കോയിൻ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ റേറ്റ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. BTC നമുക്ക് 1,79,000 സംതിങ് ആണ്. നമ്മൾ വിൽക്കുകയാണെങ്കിൽ 1,73,000 രൂപ കിട്ടുകയുള്ളൂ. വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് വിളിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്ടിവേഷനായി കിട്ടും. ഇല്ലെങ്കിൽ അതൊക്കെ താമസിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. എല്ലാം സെലക്ട് ചെയ്ത് നോക്കാവുന്നത് എന്തൊക്കെയുണ്ടെന്ന്. ഇപ്പോൾ വീഡിയോയുടെ സമയം കൂടുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമ്മളിങ്ങനെ ആഡ് ക്യാഷ് നമുക്ക് ഇതിനകത്തുനിന്ന് പർച്ചേസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. ഒരു 4 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്താൽ മാത്രമേ എനിക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ. നന്ദി, നമസ്കാരം.